വീട്ടിലേക്ക് പുതിയതായി വാങ്ങിയ ഗ്രോസറി സാധനങ്ങളിൽ ഒരു ഡോവ് സോപ്പും പിയേഴ്സ് സോപ്പും ഉണ്ടായിരുന്നു. പതിവായി കണ്ട് അവർ പരിചയത്തിലായി. പാതിരാത്രി വരെ പലതും പറഞ്ഞിരുന്ന് പതിയെ അവർ പ്രണയത്തിലുമായി. ഇഷ്ടത്തിലാണെന്ന് തുറന്നു പറയാൻ ഇരുവരും കാത്തിരുന്നു. പക്ഷേ നേരം വെളുത്തതും ബാത്റൂമിലെ സോപ്പ് തീർന്നപ്പോൾ ഇച്ചായൻ പിയേഴ്സ് സോപ്പിനെ എടുത്തുകൊണ്ട് പോയി. ഇനി ഒരിക്കലും കാണില്ലല്ലോ എന്നോർത്ത് രണ്ടുപേരും പൊട്ടിക്കരഞ്ഞു. ആകെ തകർന്നു പോയ ഡോവ് സോപ്പിനെ അടുത്തിരുന്ന ചന്ദനത്തിരി പ്രാർത്ഥനയിലൂടെ ചേർത്ത് നിർത്തി. എന്റെ പ്രാർത്ഥന നിനക്ക് വേണ്ടിയാണ്. നിന്റെ പ്രണയം വെറുതെയാകില്ല. ബാത്റൂമിൽ ഇച്ചായൻ പിയേഴ്സ് സോപ്പിനെ തേച്ചു കുളിക്കുമ്പോൾ അന്യപുരുഷന്റെ മേത്ത് പതഞ്ഞു തീരാനുള്ളതാണല്ലോ തന്റെ ജീവിതം എന്നോർത്ത് അവളുടെ മനമൊരുകി. ദിവസങ്ങൾ കഴിയുന്തോറും അവളുടെ സൗന്ദര്യം നഷ്ടപ്പെട്ട് മെലിഞ്ഞുണങ്ങി കോലം കെട്ടു. പിയേഴ്സ് സോപ്പ് തീരാറായപ്പോ ഇച്ചായൻ ഡോവ് സോപ്പിനെ എടുത്തുകൊണ്ട് വന്നു. വിരൂപയായ പിയേഴ്സ് സോപ്പിനെ കണ്ട് ഡോവിന്റെ ചങ്ക് തകർന്നു. ഇച്ചായൻ കുളി കഴിഞ്ഞ് പോകുമ്പോൾ തന്റെ നനഞ്ഞ നെഞ്ചിലേക്ക് അവൻ അവളെ പ്രണയത്തോടെ ചേർത്ത് കിടത്തി. ദിവസങ്ങൾ കഴിയുന്തോറും ഡോവ് സോപ്പും തേഞ്ഞു തീർന്നുകൊണ്ടിരുന്നു. അവശരായ ആ രണ്ടുപേരും അപ്പോഴും തീവ്ര പ്രണയത്തിലായിരുന്നു. ഏത് നിമിഷവും വലിച്ചെറിയപ്പെടാം എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവൻ അവളോട് പറഞ്ഞു, എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു. ഒരു നാൾ നമ്മൾ ഒന്നിക്കുമെന്ന് അവൻ എന്നും പറയുമായിരുന്നു. പിറ്റേ ദിവസം കുളിക്കാൻ പുതിയ സോപ്പ് ഇല്ലാതിരുന്ന അച്ചായൻ ഒരു പണിയൊപ്പിച്ചു. മെലിഞ്ഞൊട്ടിയ ഡോവ് സോപ്പിനെയും പിയേഴ്സ് സോപ്പിനെയും ചേർത്തൊട്ടിച്ച് തേച്ചു കുളിച്ചു. ജീവിത സായാഹ്നത്തിൽ ആ കമിതാക്കൾ അങ്ങനെ എന്നേക്കുമായി ഒന്നായി. മറ്റൊരിടത്ത് അവരെ ഒന്നിച്ചു കാണാനായി അത്രയ്ക്ക് ആഗ്രഹിച്ച് മുട്ടിപ്പായി പ്രാർത്ഥിച്ച് സ്വയം കത്തി തീർന്നുകൊണ്ടിരുന്ന ചന്ദനത്തിരിയെ പക്ഷേ ആരും കണ്ടതേയില്ല. ഹാപ്പി ഡ്രോയിങ്, സനീഷ് ദിവാകരൻ.